ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 17 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 18ഉം 19ഉമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 18ാമത്തെ ശ്ലോകം. നാഥേന പുരുഷോത്തമേ ത്രിജഗതാമേകാധിപേ ചേതസാ സേവ്യേ സ്വസ്യ പദസ്യ ദാതരി പരേ നാരായണേ തിഷ്ഠതി. യം കഞ്ചിത് പുരുഷാർത്ഥമം കതിപയഗ്രാമേശമൽപാർത്ഥദം സേവായൈ മൃഗയാമഹേ നരമഹോ മൂഢാ വരാക വയം. എന്താണ് ഇവിടെ പറയുന്നത്? പുരുഷോത്തമേ, പുരുഷോത്തമനും, ത്രിജഗതാം, 3 ലോകങ്ങൾക്കും, ഏകാധിപേ, ഏകനായ അധിപതിയും, ചേതസാ സേവ്യേ, മനസ്സുകൊണ്ട് സേവിക്കാൻ കഴിയുന്നവനും, സ്വസ്യ പദസ്യ, തൻ്റെ സ്ഥാനത്തെ തന്നെ, ദാതരി, നൽകുന്നവനും, പരേ, സർവശ്രേഷ്ഠനും, നഹ്, നാഥേ, നമ്മുടെ നാഥനുമായ നാരായണേ, ഭഗവാൻ ശ്രീനാരായണൻ, തിഷ്ഠതി, സ്ഥിതി ചെയ്യുമ്പോൾ, യം കഞ്ചിത് പുരുഷാർത്ഥമം, ഏതോ നിസ്സാര പുരുഷനും, കതിപയഗ്രാമേശം, അല്പം ചില ഗ്രാമങ്ങളുടെ അധിപനും, അല്പാർത്ഥതം, തുച്ഛമായ ധനം മാത്രം തരുന്നവനുമായ നരം, സാധാരണ ഒരു മനുഷ്യനെ, അവിടെ രാജാവിനെ എന്നാണ് ഉദ്ദേശിച്ചത്. സേവായൈ, സേവിക്കാനായിക്കൊണ്ട്, മൂഢാഹ, മൂഢന്മാരും, വരാകാഹ, നിർഭാഗ്യവാന്മാരുമായ വയം, നമ്മൾ, മൃഗയാമഹേ, ആശ്രയിക്കുന്നുവല്ലോ. അഹോ, കഷ്ടം തന്നെ. പറയാണ്, കഷ്ടം കഷ്ടം. പ്രകൃതി പുരുഷന്മാർക്ക് അതീതനായതിനാൽ 3 ലോകങ്ങൾക്കും, അതായത് സ്വർഗം, അന്തരീക്ഷം, ഭൂമി എന്നീ 3 ലോകങ്ങൾക്കും ഏകനായ അധിപതിയായിട്ടുള്ള, മോക്ഷത്തെ നൽകുന്നവനായിട്ടുള്ള, സർവശ്രേഷ്ഠനായിട്ടുള്ള, നമ്മുടെയൊക്കെ നാഥനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീനാരായണൻ സ്ഥിതി ചെയ്യുമ്പോൾ എന്താ നമ്മളൊക്കെ ചെയ്യുന്നത്? നിർഭാഗ്യവാന്മാരായ നമ്മളൊക്കെ നിസാരനായ ഒരാളെ, ഒരു രാജാവിനെ സേവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനായി നമ്മൾ അന്വേഷിക്കുകയാണ്. ഇത് കഷ്ടം തന്നെ, കഷ്ടം തന്നെ എന്ന് പറയുകയാണ് അവിടെ. ഇനി 19ാമത്തെ ശ്ലോകം. ബദ്ധേനാഞ്ജലിനാ നതേന ശിരസാ ഗാത്രൈഃ സരോമോദ്ഗമൈഃ കണ്ഠേന സ്വരഗദ്ഗദേന നയനേനോത്കീർണ ബാഷ്പാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദ യുഗള ധ്യാനാമൃതാസ്വാദിനാം അസ്മാകം സരസീരുഹാക്ഷ സതതം സമ്പദ്യതാ ജീവിതം. ഭഗവാനെ വിളിക്കുകയാണ്. സരസീരുഹാക്ഷ, അവിടെ ചെന്താമരാക്ഷനായിട്ടുള്ള ഭഗവാനെ, അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ, ബദ്ധേന അഞ്ജലിന, കൂപ്പിത്തൊഴുത കൈകളോടും
നതേന ശിരസ നമസ്കരിച്ച ശിരസ്സോടും സരോമോദ്ഗമൈഹി രോമാഞ്ചമണിഞ്ഞ ഗാത്രൈഹി ശരീരത്തോടും സ്വരഗദ്ഗദേന കണ്ഠേന സ്വരമിടറിയ കണ്ഠത്തോടും ഉദ്ഗീർണ ബാഷ്പാംബുന കണ്ണീർ നിറഞ്ഞൊഴുകുന്ന നയനേന കണ്ണുകളോടും കൂടിയവരായി നിത്യം ദിവസേന ത്വച്ചരണാരവിന്ദയുഗളധ്യാനാമൃതാസ്വാദിന സമസ്തപദാണ്. നിന്തിരുവടിയുടെ ആ പാദകമലങ്ങളെ ധ്യാനിക്കലാകുന്ന അമൃതത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാക്കി തീർത്ത് അസ്മാകം ഞങ്ങളുടെ ജീവിതത്തെ സതതം എല്ലായ്പ്പോഴും സമ്പദ്യതാം സഫലമാക്കി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ, എപ്പോഴും അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളെ ധ്യാനിക്കുന്നത് കൊണ്ടുള്ള സുഖം ആസ്വദിക്കുന്ന ഞങ്ങളുടെ ജീവിതം കൈ കൂപ്പുന്നതായും ശിരസ് നമിക്കുന്നതായും ശരീരം രോമാഞ്ചം കൊണ്ടതായും സ്വരം ഇടർന്ന കണ്ഠത്തോടു കൂടിയതായും അശ്രുപൂർണങ്ങളായ കണ്ണുകളോട് കൂടിയതായും തീരുവാൻ അനുഗ്രഹിക്കണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ നാമശ്രവണ മാത്രയിൽ അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ ധ്യാനിക്കുന്ന ഭക്തന്മാർക്കുണ്ടാകുന്ന വികാരങ്ങളെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഭക്തി നമുക്കുണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. ഈ 2 ശ്ലോകങ്ങളും ആ താമരക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.